മാർ ഏലിയാസ് കോളേജ് കോട്ടപ്പടി നിങ്ങളുടെ ഭാവിക്ക് ഒരു ഉറച്ച അടിത്തറ. മനോഹരമായ ക്യാമ്പസ്, ആധുനിക ICT സൗകര്യങ്ങളോട് കൂടിയ ക്ലാസ് റൂമുകളും മികച്ച ഇൻഫ്രാസ്ട്രക്ചറും ചേർന്ന് ഗുണമേന്മയുള്ള പഠനാന്തരീക്ഷം. പഠനത്തോടൊപ്പം കലാകായിക മേഖലകളിലും ഒരുപോലെ പ്രാധാന്യം നൽകി വിദ്യാർത്ഥികളുടെ കഴിവും ആത്മവിശ്വാസവും വളർത്തുന്നു. 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, ഇന്റേൺഷിപ്പുകൾ, സ്കോളർഷിപ്പുകൾ, ഇൻഡസ്ട്രി റെഡി ആഡ് ഓൺ പ്രോഗ്രാമുകൾ എല്ലാം ഒരു കുടക്കീഴിൽ. മാർ ഏലിയാസ് കോളേജ് കോട്ടപ്പടി. ശരിയായ തിരഞ്ഞെടുപ്പ് നല്ലൊരു ഭാവിക്കായി. കുഴിപ്പള്ളി മർച്ചന്റ്സ് അസോസിയേഷൻ പൊതുയോഗം വ്യാപാര ഭവനിൽ നടന്നു. കുഴിപ്പള്ളി മർച്ചന്റ്സ് അസോസിയേഷൻ പൊതുയോഗം വ്യാപാര ഭവനിൽ നടന്നു. പ്രസിഡന്റ് KP ബോസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം സെക്രട്ടറി OK ജോസ്മോൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ KB പ്രസിഡന്റ് കണക്കും അവതരിപ്പിച്ചു. KP ബോസിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അടുത്ത 2 വർഷത്തേക്ക് പൊതുയോഗം തിരഞ്ഞെടുത്തു. പൊതുയോഗം മേഖലാ പ്രസിഡന്റ് K ഗോപാലൻ ഉദ്ഘാടനം നിർവഹിക്കുകയും വരണാധികാരി ഡിലീറ്റ് പോൾ തിരഞ്ഞെടുപ്പ് മേൽനോട്ടം വഹിക്കുകയും ചെയ്തു. സാമ്പത്തികമായി ഇന്ന് ലഭ്യതകളുടെ യൂണിറ്റുകളിൽ ഒട്ടും കുറയാത്ത ഒരു സ്ഥാനം അലങ്കരിക്കുന്ന ഇന്ന് വ്യാപാരഭവൻ എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ ഈ വൈദ്യുതി എറണാകുളം ജില്ലയിൽ നടത്തിയെടുക്കപ്പെടുന്നത് അത് നിങ്ങളുടെ സഹായമാണ്. ഒരു വ്യാപാരഭവൻ വാടകയ്ക്ക് വേറൊരു വ്യാപാരഭവൻ എടുക്കാനുള്ള ഹോള്, ഓഫീസ് സൗകര്യം ഒരുപാട് ക്രമമായിട്ട് ലഭിക്കുന്ന സൗകര്യം. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ യൂണിറ്റിൽ വരുന്ന ഭരണസമിതികൾ, ഭരണകർത്താക്കൾ ഒരിക്കലും നിങ്ങളെ മിസ്യൂസ് ചെയ്യാറില്ല. നിങ്ങളെ എങ്ങനെ, അതായത് യഥാ പ്രജ തഥാ രാജം, നിങ്ങൾ എങ്ങനെയാണോ അതേമാതിരി ആയിരിക്കും നിങ്ങളെ ഭരിക്കുന്ന ആൾക്കാർ. കുഴിപ്പള്ളി മർച്ചന്റ്സ് അസോസിയേഷൻ ഔദ്യോഗിക ഭാരവാഹികളായി പ്രസിഡന്റ് KP ബോസ്, സെക്രട്ടറി OK ജോസ്മോൻ, ട്രഷറർ KB പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് അരുൺ ഘോഷ്, ജോയിന്റ് സെക്രട്ടറി AK ചന്ദ്രൻ, ഭരണസമിതി അംഗങ്ങളായ TD സജീവ്, TV മിനി, VV അനിലൻ, സുകുമാരകൃഷ്ണൻ, CS ബൈജു, സുനിത സുധി, ഷുഹൈബ്, രാഹുൽ ബാലചന്ദ്രൻ, ഔദ്യോഗിക ഓഡിറ്ററായി MP ജയന്ത് നമ്പൂതിരി, ഇന്റേണൽ ഓഡിറ്റേഴ്സായി KR ദാസൻ, NA ബാലകൃഷ്ണ ഷേണായി, ഓഫീസ് സ്റ്റാഫുകളായി ജനിത ദിനൻ, വാസ്തി സുദീപ് കുമാർ, സിനി സുഭാഷ്, VK പ്രഭ, ഹിമ വിനീഷ് തുടങ്ങിയവരെ പൊതുയോഗം തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ. 158 എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ പുരോഗമനപരമായ നടപടികളിലൂടെയും അംഗങ്ങളെ ചേർത്തതോടും നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. കൂടാതെ നിങ്ങൾക്ക് കാണാം, നമ്മൾ വളഞ്ഞിട്ട് വരുന്ന വഴി നമ്മളൊരു പുതിയ കെട്ടിടം കഴിഞ്ഞ നമ്മുടെ പൊതുയോഗത്തിനാണ് ഉദ്ഘാടനം നടത്തിയത്. ബഹുമാനപ്പെട്ട ജില്ലാ പ്രസിഡന്റാണ് അത് ഉദ്ഘാടനം നടത്തിയത്. അത് അതിൻ്റെ താഴത്തെ നിലകളൊക്കെ ഇപ്പോൾ മൂന്ന് മുറിയും വാടക പോയിട്ടുണ്ട്. മുകളിൽ വാടക കൊടുക്കാവുന്ന വിധത്തിലുള്ള സജ്ജീകരണമായിട്ടുണ്ട്. താമസിയാതെ അത് നമുക്ക് കൊടുക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ പഴയ കാലത്തെ പോലെ നമുക്ക് ഇനി പോയാൽ പറ്റില്ല. കുറച്ച് പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയാം, നമ്മുടെ യൂണിറ്റ് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന യൂണിറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കണക്കുകൾ വളരെ പറവൂർ.